തിരുവനന്തപുരം ജില്ലയിലെ വിതുരയ്ക്കടുത്തുള്ള വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത തേടി ഒരു യാത്ര. ചെറിയൊരു ട്രക്കിങ്ങിന് ശേഷം എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്ന ആ സുന്ദര കാഴ്ചയുടെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ ഒഴിവാക്കരുതാത്ത ഒരു സ്ഥലമുണ്ട് ഇങ്ങ് വിതുരയിൽ. ആ സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് 48 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു വെള്ളച്ചാട്ടം. പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിത. തന്നെ തേടിയെത്തുന്നവർക്കെല്ലാം ആവോളം കുളിര് നൽകുന്ന സുന്ദരി. കല്ലുകളും വേരുകളും കൂറ്റൻ മരങ്ങളും താണ്ടി ഈ ഇടവഴിയിലൂടെ 2 കിലോമീറ്റർ വനത്തിനുള്ളിൽ നടക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെത്തും. നിരപ്പായ വഴിയിലൂടെയാണ് ട്രക്കിംഗ് തുടങ്ങുക. നടക്കുന്തോറും ചെറുതായി വരുന്ന ഒറ്റയടിപ്പാത, ഇടതൂർന്ന മരങ്ങളും ചീവീടിന്റെ ശബ്ദവും മാത്രം. ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ ഈ വഴിയിലൂടെ 2.5 കിലോമീറ്റർ നടക്കണം. സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി വെച്ചുപിടിപ്പിച്ച യൂക്കാലിയും മാഞ്ചിയവും കൂടാതെ മറ്റ് അപൂർവ ഇനം വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. അല്പം ദുർഘടമായ ഈ വഴി താണ്ടി ഒടുവിൽ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. 50 അടിയോളം ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളം ഒഴുകിയെത്തുന്നതാകട്ടെ പേപ്പാറ അണക്കെട്ടിലേക്കും. പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് വാഴവാന്തോൾ വെള്ളച്ചാട്ടം. ട്രക്കിംഗ് കയറാൻ വലിയ പ്രശ്നമില്ല. വണ്ണമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്പം വരാനായിട്ട്. ഇനി തിരിച്ചിറങ്ങുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യൂഷ്വലി നമ്മൾ ശബരിമലയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചിറങ്ങാം. പക്ഷേ ലേഡീസ് വണ്ണം ഉള്ളവർക്കൊക്കെ അല്പം പ്രയാസമായിരിക്കും. ബാക്കി സാധാരണ കുട്ടികൾക്കൊന്നും അതൊരു വിഷയമാവാൻ സാധ്യതയില്ല. നല്ലൊരു പ്ലേസായിട്ട് എനിക്ക് തോന്നി. വളരെ നാച്ചുറലായിട്ട് പ്രകൃതിയൊക്കെ വളരെ നീറ്റായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അവർ പ്ലാസ്റ്റിക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാനിനി അടുത്ത ഫാമിലിയായിട്ട് എനിക്ക് വരണമെന്നുണ്ട്. കരിമ്പാറകളിലെ വഴുക്കലും വെള്ളം വീണുണ്ടാകുന്ന കയങ്ങളും അപകട സാധ്യത കൂട്ടുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവേശനം. 10 പേർ അടങ്ങുന്ന സംഘത്തിന് 1500 രൂപയാണ് പ്രവേശന ഫീസ്. ഓരോ സംഘത്തിനൊപ്പവും ഒരു ഗൈഡ് ഉണ്ടാകും. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതിലേക്ക് വന്നതൊക്കെ നല്ലൊരു അനുഭവം. ഞങ്ങൾ ഏകദേശം 10 മണിയോടെ ഇവിടെ എത്തി. ഇത്രയും നേരം തന്നെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അനുഭവമായിരുന്നു. സമയം പോയത് അറിയില്ല. ഇവിടെ വന്നാൽ അടിപൊളി എക്സ്പീരിയൻസാണ്. എല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് നല്ല സന്തോഷം. കയറുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് മറന്നു. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയത്. അപ്പം ഒരുപാട് എൻജോയ് ചെയ്തു. വി എൻജോയ്ഡ് എ ലോട്ട്. വേണ്ടത് ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷെ കുറച്ച് റിസ്ക് ആയിരുന്നു. കയറി വരുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ട് വന്നാൽ. പക്ഷേ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നപ്പോൾ എല്ലാ ക്ഷീണവും മാറി. ശരിക്കും ഒരു പോസിറ്റീവ് വൈബുള്ളൊരു എനർജി ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയ്ക്ക് വാഴവാന്തോൾ കൂടുതൽ സുന്ദരിയാകും. ഏറ്റവും ദുർഘടമായ പാത നമ്മെ നയിക്കുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ്.
അതുപോലൊരു കാഴ്ചയാണ് വാഴ്വാന്തോൾ. ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് സമയം ചെലവഴിക്കണം. പ്രകൃതിയുടെ ഈ സൗന്ദര്യവും ആസ്വദിക്കണം. ക്യാമറാമാൻ വിഷ്ണുവിനും സാരഥി സജിക്കുമൊപ്പം വിവിന വിതുര, അമൃത ന്യൂസ്, തിരുവനന്തപുരം.